സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികേശ്വരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 20ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എൻഡബേ ഓപ്പറേഷനെ കുറിച്ചാണ്. എൻഡബേ ഓപ്പറേഷൻ എന്നുള്ളൊരു ഹൈജാക്ക് നാടകമാണ്. ഇസ്രായേലിൻ്റെ ഫ്രാൻസിൻ്റെ ഒരു ഫ്ലൈറ്റ്, ധാരാളം പാസഞ്ചേഴ്സുള്ള ഫ്ലൈറ്റ് ടെൽ-അവീവിൽ നിന്ന് പാരീസിലേക്ക് പോകുന്ന വഴിക്ക് ഹൈജാക്ക് ചെയ്ത് ഉഗാണ്ടയുടെ തലസ്ഥാനമായി എൻഡബേയിൽ കൊണ്ടുവന്ന് ഇറക്കി അവിടുത്തെ ഉഗാണ്ടൻ പ്രസിഡൻ്റായിട്ടുള്ള ഈദി അമീൻ്റെ അടക്കം ആശീർവാദത്തോടെ അത് ആ എയർപോർട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിത് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയാണ് ഈ സംഗതി. ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്ന കോൺഫിഡൻസിലാണ് അവിടെ ടെററിസ്റ്റുകളും ഈദി അമീനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ജൂലൈ 3, 6:30 ഇസ്രായേലിൻ്റെ മിനിസ്ട്രി ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ പെർമിഷൻ കൊടുക്കുകയാണ്. അത് വളരെ നീണ്ട ഒരാഴ്ചത്തോളം നീണ്ട ഹോട്ട് ഡിസ്കഷൻ്റെ അവസാനമാണ് ഈ തീരുമാനത്തിലെത്തുന്നത്. കാരണം 130 ആളുകളുടെ 106 ആളുകളുടെ ജീവൻ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം അത് ഈ തടവുകാരെ വിട്ടുകൊടുത്തുകൊണ്ട് അവരെ സേഫാക്കി കൊണ്ടുവരണോ, അതൊരു മിലിറ്ററി ഓപ്പറേഷൻ വഴി ഈ ടെററിസത്തെ അടിച്ചു പൊളിക്കണോ അല്ലെങ്കിൽ താറത്ത് കളയണമോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം. അപ്പോൾ ഇത് വളരെ റിസ്ക്കുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ അവർക്ക് 6 ദിവസം വേണ്ടി വന്നു. അങ്ങനെ ജൂലൈ 3, 6:30 മണിക്ക് ഇവർ മിലിറ്ററി ഓപ്പറേഷൻ മിനിറ്റ്സ് പാസ്സാക്കുന്നു. ഉടനെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിൽ നിന്നും 4 C-30 എന്ന് വിളിക്കുന്ന C-30 ഹെർക്കുലീസ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് വിമാനങ്ങളും 2 ബോയിങ് വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും ചേരുന്ന ഒരു സംഘം സിനായ് മരുഭൂമിയിലെ ഒരു എയർപോർട്ടിൽ നിന്ന് കടന്നു വരുന്നു. അന്ന് സിനായ് മരുഭൂമി 67 യുദ്ധപ്രകാരം ഇസ്രായേൽ പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഇസ്രായേലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സിനായ് മരുഭൂമിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നു പൊങ്ങി ഇത് നേരെ റെഡ് സീയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് പറക്കുന്നത് അന്ന് ഇവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് വാസ്തവത്തിൽ ഉഗാണ്ടയെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ലഭിച്ചിരുന്നില്ല. മൊസാദൊക്കെ ഇതുപോലെ ശക്തി പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. അന്ന് ഇവിടുന്ന് വിമാനങ്ങൾ പോകുമ്പോൾ ഒരു പ്രശ്നം ഇത്രയും ദൂരമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് റീഫ്യൂവലിങ്ങിനുള്ള പ്രൊവിഷൻ കിട്ടാതെ ഇവർക്ക് ഇവിടുന്ന് വിമാനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഉഗാണ്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു റീഫ്യൂവലിങ്ങിലുള്ള ഒരു സ്ഥലം ഒരു ആഫ്രിക്കൻ രാജ്യം ഇവർ കണ്ടുപിടിച്ചു പറ്റും. പല രാജ്യങ്ങളോട് ചോദിച്ചു, ആരും സമ്മതിക്കുന്നില്ല. കാരണം ഈദി അമീനും അവർക്ക് ഭയമുണ്ട്, പാലസ്തീൻ ടെററിസ്റ്റുകളെ ഭയമുണ്ട്. അതുകൊണ്ട് ഒരു രാജ്യവും സമ്മതിക്കുന്നില്ല. അവസാനം കെനിയയിലാണ് ഒരു അവസരം അവർക്ക് കിട്ടിയത്. കെനിയയിലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ, അദ്ദേഹത്തെ പിന്നീട് ഇസ്രായേൽ ഏജൻ്റാണ് എന്നൊക്കെ പറയപ്പെടുന്നു, മൊസാദ് ഏജൻ്റാണെന്നൊക്കെ പറയപ്പെടുന്നു. അവിടുത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ നിർബന്ധിക്കുകയും നെയ്റോബി കേന്ദ്രമാക്കിയുള്ള ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്, വളരെ സ്ട്രോങ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ജൂയിഷ് കമ്മ്യൂണിറ്റിയും കൂടി പ്രധാനമന്ത്രിയെ നിർബന്ധിച്ച് അങ്ങനെ കെനിയയിൽ ഇവർക്ക് റീഫ്യൂവലിങ്ങിനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ഇവിടുന്ന് നേരെ ഇസ്രായേലിൽ നേരെ കെനിയയിലേക്ക് പോകുന്നു. കെനിയ ഉഗാണ്ടയുടെ വളരെ അടുത്ത രാജ്യമാണ്. അവിടെ നേരെ ഉഗാണ്ടയിലേക്ക് പോകുന്നു എന്നുള്ള പ്ലാനിലാണ് വിമാനങ്ങൾ പറന്നു പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇവർ എന്താണ് ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടാനുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇവർ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ഉഗാണ്ടൻ എയർപോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ജൂയിഷ് കമ്പനിയാണ്. അത് ഉഗാണ്ടയിൽ തന്നെയുള്ള ജൂയിഷ് കമ്പനിയാണ്. ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും ചേതറി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അവർ ഉഗാണ്ടയിലുണ്ട്. അപ്പോൾ ഉഗാണ്ടയിലുള്ള ഒരു ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനി അവരുടേതാണ്. അപ്പോൾ അവരാണ് ഈ ഉഗാണ്ടൻ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മാത്രയ്ക്ക് ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മുഴുവൻ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ എന്നുള്ള കാലമല്ല, ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അയക്കാനോ ഒന്നും നടപ്പുള്ള കാര്യമല്ല. ഇവർ കെനിയയിൽ എത്തിക്കുന്നു. ആ കെനിയയിൽ ചെന്നിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്ലാൻ ബൈഹാർട്ട് ചെയ്ത ശേഷമാണ് ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ എവിടെ, ഈ ബന്ദികളെ പാർപ്പിച്ചിട്ടുള്ള പ്രദേശം എവിടെ, ഈ ഇത്തരം റൂം എവിടെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ. ഇതിൽ റൺവേസ് ഏത് സൈഡിലാണ്, കാർഗോ ഫ്ലൈറ്റുകൾ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്, പാസഞ്ചർ ഫ്ലൈറ്റുകൾ എവിടെ ലാൻഡ് ചെയ്യുന്നത്, മിലിറ്ററി ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് മുഴുവനുള്ള ഡ്രോയിങ്സ് ഇവർക്ക് ഇവിടെ നിന്ന് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തത് ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഷോമോൺ എന്ന് പറയുന്ന ആളാണ്. ഇതിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ജനറലായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹം പിന്നീട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായി. ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയുള്ളത് ലഫ്റ്റനൻറ്റ് കേണൽ യോനാഥൻ നെതന്യാഹു ആണ്. ഇദ്ദേഹം കമാൻഡോ യൂണിറ്റിൻ്റെ ഹെഡായിരുന്നു. ആ ഓപ്പറേഷനിൽ നമ്മളുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠനാണ് ഇദ്ദേഹം. ഈ യോനാഥൻ നെതന്യാഹു മാത്രമാണ് ഈ ഓപ്പറേഷനിലൂടെ മരണപ്പെട്ടു പോയതെന്ന് പ്രത്യേകം സ്മരണീയമാണ്.
ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ, യോനാദൻ നെഹന്യാഹുവിൻ്റെ യൂണിറ്റിൽ 29 ആളുകളാണ് ഉണ്ടായിരുന്നത്. സയ്യേദ് മത്കാൽ എന്ന് പറയുന്ന ഒരു എലൈറ്റ് കമാൻഡോ യൂണിറ്റ് ഉണ്ട് ഇസ്രായേൽ ഫോഴ്സിന്. അവർ എലൈറ്റ് കമാൻഡോസാണ്. വളരെ വളരെ അത്യാവശ്യമുള്ള, വളരെ എമർജൻസി ആയിട്ടുള്ള കമാൻഡോ ഓപ്പറേഷൻസ്, വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട കമാൻഡോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള എലൈറ്റ് കമാൻഡോ യൂണിറ്റിൻ്റെ പേരാണ് സയ്യേദ് മത്കാൽ എന്ന് പറയുന്നത്. അതിലെ ഒരു ലഫ്റ്റനൻറ്റ് കേണലായിരുന്നു ഈ യോനാദൻ നെതന്യാഹു. അദ്ദേഹത്തിൻ്റെ യൂണിറ്റിലുണ്ടായിരുന്ന 29 പേരാണ്. ഈ മിലിറ്ററി ഓപ്പറേഷൻ പങ്കെടുത്തത് മൊത്തം 100 പട്ടാളക്കാരാണ്. അതിൽ 29 പേരുടെ ഈ കമാൻഡോ സംഘത്തെ നയിച്ചത്, ഒരാൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ഈ കമാൻഡോ സംഘത്തെ നയിച്ചത് യോനാദൻ നെതന്യാഹുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അസാൾട്ട് യൂണിറ്റാണ്. ഇതാണ് ഇതിനകത്ത് 4 യൂണിറ്റുകളാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. 4 പ്ലെയിനുകളാണ്, 4 പ്ലെയിനിൽ 4 യൂണിറ്റുകളാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്ലെയിനുള്ളത് ഈ അസോൾട്ട് യൂണിറ്റാണ്. രണ്ടാമത്തെ പ്ലെയിനിലുണ്ടായിരുന്നത് ഒരു സെക്യൂറിംഗ് എയർപോർട്ട്, ക്ലീനിങ് റൺവേസ്, പ്രൊട്ടക്ഷൻ ആൻഡ് റീഫ്യൂലിംഗ് ഓഫ് ഇസ്രായേൽ എയർക്രാഫ്റ്റ് എന്നുള്ള ചാർജുള്ള ഒരു യൂണിറ്റാണ്. അതായത് ഈ ആദ്യത്തെ അസോൾട്ട് യൂണിറ്റ് ആദ്യം പോയിട്ട് ലാൻഡ് ചെയ്യുന്നു. ആദ്യം പോയി ലാൻഡ് ചെയ്തിട്ട് ഇവരുടെ ഓപ്പറേഷൻസ്, അസോൾട്ട് യൂണിറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. പാസഞ്ചേഴ്സിനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ വിത്തിൻ 6 മിനിറ്റ്സ്, ഇത് 6 മിനിറ്റ് കൊണ്ട് തീരണം. 6 മിനിറ്റിനുള്ളിൽ അടുത്ത 3 വിമാനങ്ങൾ ലാൻഡ് ചെയ്യും. അടുത്ത 3 വിമാനങ്ങളിൽ ഉള്ള ആളുകളുടെ ജോലി, ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ജോലി എയർപോർട്ട് സെക്യൂർ ആക്കുക, എയർപോർട്ടിൻ്റെ പെട്ടെന്ന് സെക്യൂരിറ്റി ഏർപ്പെടുത്തുക, വേറെ പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ഉഗാണ്ടൻ ഫോഴ്സ് ഇവരെ റെസിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക, റൺവേസിൽ ഏതെങ്കിലും വാഹനങ്ങൾ കിട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക, ഈ വന്ന എയർക്രാഫ്റ്റുകൾ C-130 എയർക്രാഫ്റ്റുകളൊക്കെ റീഫ്യൂൽ ചെയ്യുക, അവിടെ നിന്ന് റീഫ്യൂൽ ചെയ്യുക, അവരുടെ എയർപോർട്ടിൽ തന്നെ ഗ്യാസോലിൻ നിറയ്ക്കുക. ഇതാണ് പ്ലാൻ. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ജോലി. മൂന്നാമത്തെ ആളുകളുടെ ജോലി ഈ ഫ്രീ ആക്കപ്പെട്ട ഹോസ്റ്റേജസിനെ ഇവരെ റൺവേയിലേക്ക് കൊണ്ടുവന്ന് ഈ 4 C-130 എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്ത് ഇവിടുത്തെ സിറ്റുവേഷൻ സേഫ് ആയി കഴിഞ്ഞാൽ ഒരു ബോയിങ് വിമാനം ഇവിടെ ലാൻഡ് ചെയ്യും. ആ ബോയിങ് വിമാനത്തിലേക്ക് ഈ പറയുന്ന ഹോസ്റ്റേജിനെ മുഴുവൻ പാക്ക് ചെയ്ത് കയറ്റുക. നാലാമത്തെ യൂണിറ്റിൻ്റെ അതും ഒരു കമാൻഡോ യൂണിറ്റാണ്. നാലാമത്തെ ഒരു കമാൻഡോ യൂണിറ്റാണ്. അവരുടെ ജോലി, അവിടെ ഒരു മിലിറ്ററി എയർ സ്ട്രിപ്പ് ഉണ്ട്. ആ മിലിറ്ററി എയർ സ്ട്രിപ്പ് ക്ലീൻ ചെയ്യുകയും അവിടെ മിഗ് ഒരു യൂണിറ്റ്, ഒരു സ്ക്വാഡ്രൺ മിഗ് വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉഗാണ്ടൻ എയർഫോഴ്സിൻ്റെ മിഗ് വിമാനം 11 ഉണ്ട്. അത് MiG-21, അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫ്ലൈറ്റാണ്, റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. ആ ഫ്ലൈറ്റുകൾ തകർത്ത് കളയുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഇവർക്കെതിരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അതുപോലെ എന്തെങ്കിലും ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളുണ്ടെങ്കിൽ അത് തകർക്കുക. ഇതാണ് അവരുടെ ജോലി. ഇങ്ങനെ 4 യൂണിറ്റുകളായിട്ടാണ് ഇവർ പോകുന്നത്. സിനായ് പെനിൻസുലയിലെ ഒരു എയർപോർട്ടിൽ നിന്നാണ് ഇവർ ടേക്ക് ഓഫ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇവർ ടേക്ക് ഓഫ് ചെയ്ത് നേരെ റെഡ് സീയിലേക്ക് കിടക്കുന്നു. റെഡ് സീയുടെ മുകളിൽ ഇവർ 30 മീറ്റർ ഹൈറ്റിലാണ് പറക്കുന്നത്. 30 മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 14 കെട്ടിടത്തിൻ്റെ പൊക്കമുള്ളൂ. അപ്പോൾ അത്രയും താഴ്ന്ന് പറക്കുകയാണ്. അപ്പോൾ ഈജിപ്തിൻ്റെയോ സൗദി അറേബ്യയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ ഒന്നും റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ പറക്കാൻ വേണ്ടിയാണ് ഇത്രയും താഴ്ന്ന് ഇവർ പറക്കുന്നത്. സുഡാൻ്റെ റഡാറുകൾ ഇതിൻ്റെ ഒന്നും കണ്ണിൽപ്പെടാതെ പറക്കാൻ വേണ്ടിയാണ് ഈ 6 വിമാനങ്ങൾ അത്രയും ലോ ആയിട്ടാണ് പറന്നു പോകുന്നത്. ഇവർ പറന്ന് റെഡ് സീ കടന്ന് ഇന്ത്യൻ ഓഷനിലെത്തുന്നു. അത് കഴിഞ്ഞ് നേരെ ആഫ്രിക്കയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ ഇവർ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലൂടെയാണ് പോകുന്നത്. ആഫ്രിക്കൻ റിഫ്റ്റ് വാലി നിങ്ങൾക്കറിയാവുന്ന ഞാൻ വരയ്ക്കുന്ന വലിയ ഒരു വാലിയാണത്. അതായത് 2 വലിയ പർവ്വതങ്ങൾക്കിടയിലൂടെ താഴ്ന്നു കിടക്കുന്ന ഒരു വാലി. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ പല രാജ്യങ്ങൾ കടന്നു പോകുന്നതാണ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി എന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് വിമാനങ്ങൾ പറക്കുമ്പം മൗണ്ടൻ മോളിൽ നിൽക്കും, വിമാനം താഴെപ്പടിയാണ് പറന്നു പോവുക. ഇതിൻ്റെ ഇടയിൽ അത്രയും സ്പേസ് ഉണ്ട്. പലയിടത്തും 100, 200, 400 കിലോമീറ്റർ വീതിയുള്ള വാലിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇത് പല രാജ്യങ്ങളുടെ ബോർഡറാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലോസ് വയലേറ്റ് ചെയ്യാതെ വിമാനങ്ങൾക്ക് അതിലൂടെ പറക്കാൻ കഴിയും. അങ്ങനെ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലൂടെ പറന്ന് വിക്ടോറിയ തടാകത്തിലേക്ക് കടക്കുന്നു. വിക്ടോറിയ തടാകത്തിൻ്റെ ഓരത്താണ് ഈ പറയുന്ന എൻഡബേ എയർപോർട്ട് ഉള്ളത്. അപ്പം കാര്യമായ ഇൻ്റർനാഷണൽ എയർ സ്പേസ് വയലേഷൻ ഇല്ലാതെ ഇവർക്ക് ഈ ഉഗാണ്ടയിലേക്കും കെനിയയിലേക്കും എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഇത്രയും താഴ്ന്നാണ് പറക്കുന്നത്. ഇങ്ങനെ ഇവർ ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളൊന്നും കെനിയയിൽ ലാൻഡ് ചെയ്തില്ല. കെനിയയിൽ ലാൻഡ് ചെയ്ത ഈ മെഡിക്കൽ എയർക്രാഫ്റ്റ് മാത്രമാണ്. പാസഞ്ചർ എയർക്രാഫ്റ്റ് അടക്കമുള്ള എല്ലാ എയർക്രാഫ്റ്റുകളും നേരെ ഉഗാണ്ടയിലേക്കാണ് പറഞ്ഞത്. ഉഗാണ്ടയിലെത്തുന്നു. ആദ്യത്തെ എയർക്രാഫ്റ്റ്, നമ്മളുടെ യോനാദൻ നെഹന്യാഹുള്ള എയർക്രാഫ്റ്റ് കാർഗോ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന റൺവേയിലൂടെ അത് ഓപ്പൺ ചെയ്ത് കിടക്കുകയായിരുന്നു. ഇവരതൊന്ന് ക്ലോസ് ചെയ്ത്, ഇവരൊരിക്കലും ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 4000 കിലോമീറ്റർ അകലെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ വരാൻ ഒരു സാധ്യതയും, ഒരു വിദൂര സാധ്യതയും ആരും അവരുടെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള ഡ്രീംസ് പോലും കാണുകയില്ല. അപ്പോഴാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് ഇവരുടെ കാർഗോ എയർ സ്ട്രിപ്പൊക്കെ തുറന്നു കിടക്കായിരുന്നു. അതിനകത്തൂടെ വന്നിട്ട് ഈ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായില്ല. ഇവർ വിചാരിച്ചത് ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, ഈ എയർപോർട്ട് ഫുള്ളി ഓപ്പറേഷണലാണ്. അപ്പോൾ ഈ വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നു. ഈ വിമാനം ലാൻഡ് ചെയ്തിട്ട് ഇവർ ചെയ്ത പരിപാടി, ഈ ഈദി അമീൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും
ഈ പിന്നെ ബന്ദികളെ ഇയാൾ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു ഇതി അമീൻ. ഓരോ ദിവസവും ബന്ദികളെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. നിങ്ങൾ ഉടനെ തന്നെ ഫ്രീ ആകുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഇദ്ദേഹം ഓരോ ദിവസവും വരുന്നതുകൊണ്ട് ഇദ്ദേഹം വരുന്നത് പോലെ വരാനാണ് ഒരു പ്ലാൻ ഇട്ടത്. അപ്പോൾ ഈ കാർഗോ പ്ലെയിനകത്ത് ഒരു മെഴ്സഡസ് ബെൻസ് ഇതി അമീൻ്റെ അതേ ടൈപ്പ് ഒരു ബ്ലാക്ക് ബെൻസ് ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തെ എസ്കോർട്ട് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ലാൻഡ് റോവർ വെഹിക്കിൾസ് ആണ് അദ്ദേഹത്തെ എസ്കോർട്ട് ചെയ്യുന്ന പട്ടാളക്കാർ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ 6 ലാൻഡ് റോവർ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതിരി ഈ മെഴ്സഡസ് ബെൻസ് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കുന്നു, ലാൻഡ് റോവർ വണ്ടികളും പുറത്തിറക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു രീതി എന്ന് പറയുന്നത് ഇതി അമീൻ്റെ വണ്ടി മുൻപിൽ പോകും, ഫസ്റ്റായിട്ട് പോകും, അതിൻ്റെ പുറകെ ഇദ്ദേഹത്തിൻ്റെ എസ്കോർട്ട് കാറുകൾ പോകും. അതാണ് രീതി. അപ്പോൾ ഈ വിമാനത്തിൽ നിന്ന് ഇത് പുറത്തിറങ്ങി ഇതി അമീൻ്റെ കാറുകൾ പോകുന്നത് പോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനകത്ത് ഇതി അമീൻ അടുത്ത ഒരു ബെൻസ് കാർ, ഒരു വൈറ്റ് ബെൻസ് വാങ്ങിയത് ഒരു 3-4 ദിവസം മുൻപ്. ഇത് ഇവരുടെ ഒരു സെൻട്രി പട്ടാളക്കാരനെ അറിയാമായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ബെൻസ് കണ്ടപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇതെന്താ ഇയാൾ ഈ ബ്ലാക്ക് ബെൻസ് വരുന്നത്? അങ്ങനെ ഒരു സെൻട്രി പട്ടാളക്കാരൻ, ഇദ്ദേഹം ഹെവിലി ആംഡ് ആയിരുന്നു. ഇദ്ദേഹം മുൻപോട്ട് വന്ന് ഈ ബ്ലാക്ക് ബെൻസിന് കൈ കാണിച്ചു. അപ്പോൾ ഇവരുടെ ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഒരു വെടി പോലും ഈ ബന്ദികളെ മോചിപ്പിക്കാൻ പൊട്ടിക്കാൻ പാടില്ല. കാരണം അലേർട്ടായി കഴിഞ്ഞാൽ പട്ടാളക്കാരെല്ലാവരും വരും, പിന്നെ ബന്ദികളുടെ കാര്യം കഷ്ടമായി പോകും, ചിലപ്പോൾ അവരെ വെടിവെച്ച് കൊന്നുകളയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു വെടി പോലും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുൻപ് പൊട്ടിക്കരുത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നീങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാലി പട്ടാളക്കാരൻ മുമ്പിൽ വന്ന് ചാടിയപ്പോഴത്തേക്കും പുറകിലുണ്ടായിരുന്ന ലാൻഡ് റോവറിലെ ഒരു ഇസ്രായേലി മിലിറ്ററിക്കാരൻ അദ്ദേഹം പെട്ടെന്ന് ഭയന്നിട്ട് ഇയാളെ ഷൂട്ട് ചെയ്ത് കളഞ്ഞു. ഇയാളെ ഷൂട്ട് ചെയ്തപ്പോൾ അത് സൈലൻസർ ഇല്ലാത്തൊരു തോക്കായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടു, മറ്റവർ അലർട്ടായി. അപ്പോൾ ഇവർക്ക് ഇനി സമയമില്ല. അതുകൊണ്ട് ഇവർ വളരെ വേഗം ഇവരെ ഒളിപ്പിച്ചിരുന്ന, ഇവരെ പാർപ്പിച്ചിരുന്ന ട്രാൻസിറ്റ് റൂമിലേക്ക് വളരെ വേഗം ഇവർ വാഹനം ഓടിച്ചെത്തുകയും അവിടെ എത്തിയ ഉടനെ തന്നെ പട്ടാളക്കാർ അതിൽ നിന്ന് ചാടി ഇറങ്ങി റൂമിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. അപ്പോൾ ഇരച്ചു കയറിയിട്ട് അവർ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു, സ്റ്റേ ഡൗൺ വി ആർ ഇസ്രായേലി സോൾജിയേഴ്സ് എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഇവർ ഇതിനകത്തേക്ക് കിടക്കുന്നത്. സ്റ്റേ ഡൗൺ വി ആർ ഇസ്രായേലി സോൾജിയേഴ്സ്, കമിഴ്ന്ന് കിടക്കൂ, ഞങ്ങൾ ഇസ്രായേലി പട്ടാളക്കാരാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ്. തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു സംഗതി. പെട്ടെന്ന് അതിലേക്ക് സ്റ്റോം ചെയ്ത് ആയുധങ്ങളുമായിട്ട് പട്ടാളക്കാരെ ഇരച്ചു കയറുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ ഒരാൾക്ക് പെട്ടെന്ന് ഈ കാര്യം മനസ്സിലായി. അയാൾ പെട്ടെന്ന് ഇവളുടെ ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ അയാൾ എഴുന്നേറ്റ് നിന്ന് പോയി. അപ്പം തന്നെ ഇസ്രായേൽ പട്ടാളക്കാരെ അയാളെ ഷൂട്ട് ചെയ്ത് ആയിട്ടു. കാരണം അയാൾ ഒരു ടെററിസ്റ്റ് ആണെന്നാണ് ഇവർ ധരിച്ചത്. കിടക്കാത്ത ഒരു ടെററിസ്റ്റ് എന്നുള്ളതാണ് ഇവർ ധാരണ. അപ്പം ഇസ്രായേലി പട്ടാളക്കാരെ കിടക്കാൻ പറയുമ്പോൾ കിടക്കാത്ത ആൾ തിരിച്ചു വെടിവെക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത് ഒരു ടെററിസ്റ്റ് ആണെന്ന് അവർ ധരിച്ചു. അങ്ങനെ വെടിവെച്ചു. അങ്ങനെ ഒരാൾ അങ്ങനെ മരിച്ചുപോയി. വേറെ ഒരാൾ ഈ ഷൂട്ടൗട്ടിനിടയിലൂടെ ഒരു 52 വയസ്സുള്ള ഒരാൾക്ക് മുറിവേറ്റു, അയാൾ മരിച്ചു. ഒരു ടെററിസ്റ്റ് ഈ റൂമിലെ ബന്ദികളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പട്ടാളക്കാരെ ആക്രമിച്ചു. ആ സമയത്ത് തിരിച്ച് അയാളെ വെടിവെച്ചു. അയാളുടെ വെടിയേറ്റ് ഒരു ഇസ്രായേലി യാത്രക്കാരൻ 56 വയസ്സുള്ള ഒരാൾ മരിച്ചു. അങ്ങനെ 3 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഈ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഈ ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരാൾ വീതം കാവൽ നിന്നിട്ട് ബാക്കിയുള്ളവർ മാറി വിശ്രമിക്കുകയായിരുന്നു. കാരണം ഇത്രയും ദിവസത്തെ ലോങ് പ്രോസസ്സാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു അറ്റാക്ക് ഇവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരപ്പുറത്ത് സുഖമായിട്ട് വിശ്രമിക്കുകയായിരുന്നു. അപ്പം ഇവർ ചോദിച്ചു, പാസഞ്ചേഴ്സ് ചോദിച്ചു എവിടെയാണ് ടെററിസ്റ്റുകൾ. അപ്പോൾ അവർ അടുത്ത റൂം ചൂണ്ടിക്കാണിച്ചു. അതിലേക്ക് സീരീസ് ഓഫ് ഗ്രനേഡ്സ് പട്ടാളക്കാർ വലിച്ചെറിഞ്ഞു. ഒരു 5-6 ഗ്രനേഡ്സ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ആ ഗ്രനേഡ്സിൻ്റെ പുകയുടെ ഉള്ളിലൂടെ അകത്ത് കിടന്ന് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ടെററിസ്റ്റുകളെ ഏകദേശം 6-7 പേരുണ്ടായിരുന്നു, അവരെല്ലാം വെടിവെച്ച് കൊന്നുകളഞ്ഞ് ഈ പാസഞ്ചേഴ്സിനെ ടോട്ടലി ഫ്രീ ആക്കി. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീക്ക് അതിനിടയിലൂടെ ഒരു അസുഖം വന്നിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്ത ആ ഒരു ലേഡി ഒഴികെ 106 പേരിൽ 3 പേര് മരിച്ചുപോയി. 3 പേരുടെ ശവശരീരങ്ങൾ ഇവർ റിക്കവർ ചെയ്തു. പിന്നെ ഒരാൾ ഹോസ്പിറ്റലായിപ്പോയി. അപ്പോൾ 105 പേര്, 3 പേര് മരിച്ചിട്ട് ബാക്കി 102 പേര് ജീവനോടെ ഇവർ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും അടുത്ത 6 മിനിറ്റിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു. കൃത്യം 6 മിനിറ്റിൽ അടുത്ത 3 വിമാനങ്ങൾ ലാൻഡ് ചെയ്തു. അതിൽ പട്ടാളക്കാർ ഉടനെ പുറത്തേക്ക് വന്നു. അവരവരെ ഏൽപ്പിച്ച് ജോലികൾ അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഉഗാണ്ടൻ ഫോഴ്സ് ഈ പ്രശ്നം തിരിച്ചറിഞ്ഞു. അവർ കൺട്രോൾ ടവറിൽ ഇരുന്നുകൊണ്ട് വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ അതിൽ നിർഭാഗ്യവശാൽ കൺട്രോൾ ടവറിൽ നിന്ന് വന്ന ഒരു വെടിയുണ്ട നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠൻ ആയിട്ടുള്ള ആൾക്ക് ഏൽക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇവരെ തിരിച്ച് റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് കൺട്രോൾ ടവറിലേക്ക് വെടിവെച്ച് കൺട്രോൾ ടവർ തകർത്ത് കളഞ്ഞു. ഉഗാണ്ടൻ പട്ടാളക്കാരുമായി നടന്ന വെടിവെപ്പ് ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിന്നു. ഈ 30 മിനിറ്റ് നീണ്ടു നിന്നതിനിടയിലൂടെ തന്നെ മറ്റേ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുകയും അതിനിടയിലൂടെ തന്നെ ഈ പാസഞ്ചേഴ്സിനെ അത് ബോർഡ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 53 മിനിറ്റാണ് ഈ ടോട്ടൽ ഓപ്പറേഷൻ എടുത്തത്. ഈ അറ്റാക്കിനിടയിലൂടെ 7 ഹൈജാക്കേഴ്സിനെ ഇവർക്ക് കൊല്ലാൻ കഴിഞ്ഞു. ബാക്കി ഇതിനകത്ത് ഈ ടീമിൽ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് പോയിരുന്നു. അവരവിടെ ഉണ്ടായിരുന്ന 7 പേരെ അവർ കൊന്നുകളഞ്ഞു. 45 ഉഗാണ്ടൻ സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. 45 ഉഗാണ്ടൻ സോൾജിയേഴ്സിൽ കൊല്ലപ്പെട്ടു. ഏകദേശം 100 ഉഗാണ്ടൻ സോൾജിയേഴ്സാണ് ഈ എയർപോർട്ടിന് കാവലായി ഉണ്ടായിരുന്നത്. അതിൽ 45 പേര് വധിക്കപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആവുകയും ചെയ്തു.
11 MiG-21 വിമാനങ്ങളാണ് എയർപോർട്ടിലുണ്ടായിരുന്നത്. 11 അവർ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. ഇസ്രായേലിൻ്റെ കാഷ്വാലിറ്റി ഉണ്ടായത് ഒരു പട്ടാളക്കാരന് വധിക്കപ്പെട്ടു, നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആൾ വധിക്കപ്പെട്ടു. പിന്നീട് 4 പട്ടാളക്കാർക്ക് മുറിവേറ്റു. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല. പാസഞ്ചേഴ്സിലെ 3 പേര് വധിക്കപ്പെട്ടു. ഒരു പാസഞ്ചർ ഹോസ്പിറ്റലിലായിരുന്നു. ആ പാസഞ്ചറെ പിന്നീട് ഉഗാണ്ടൻ പട്ടാളക്കാരെ നിർദ്ദയമായിട്ട് ഹോസ്പിറ്റലിലിട്ട് കൊന്നു കളഞ്ഞു. അവർ 84 വയസ്സുള്ള സ്ത്രീയായിരുന്നു. അവരെ ഹോസ്പിറ്റലിലിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു ദേഷ്യം തീർക്കാൻ വേണ്ടി. കൂടാതെ പിന്നെ 10 പാസഞ്ചേഴ്സിന് മുറിവേൽക്കപ്പെടുകയും ചെയ്തു. ഇവർ ഈ പാസഞ്ചേഴ്സിനെയുമായി കെനിയയിൽ വന്ന് കെനിയയിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് പരിക്ക് പറ്റിയവരെ എല്ലാവരെയും ഹോസ്പിറ്റൽ പ്ലെയിനിൽ കയറ്റി വിമാനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് തിരിച്ച് ഇസ്രായേലിലേക്ക് പറന്ന് ജൂലൈ 4-ാം തീയതി രാവിലെ ബെൻ ഗൂരിയോൺ എയർപോർട്ടിൽ ഇവരെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ലോർഡ് എയർപോർട്ട് തന്നെയാണ് ബെൻ ഗൂരിയോൺ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിമാനം റാഞ്ചി കൊണ്ടുവന്ന് ഇറക്കിയ എയർപോർട്ട്. അപ്പോൾ ആ ബെൻ ഗൂരിയോൺ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. ഭയങ്കരമായിട്ടുള്ള റിസപ്ഷനാണ് അവിടെ ലഭിച്ചത്. വലിയ 10,000-കണക്കിന് ജനം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു വിവരം അറിഞ്ഞുകൊണ്ട്, വരുന്നുണ്ടായിരുന്ന വിവരം അറിഞ്ഞുകൊണ്ട്. വലിയ ആഹ്ലാദത്തോടു കൂടി അവർ ഈ വന്ന ആളുകളെ സ്വീകരിക്കുകയും അപ്പോൾ തന്നെ ലോകത്തുള്ള മുഴുവൻ വാർത്താമാധ്യമങ്ങളിലൂടെയും ഈ വിവരം ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തുകയും ലോകം മുഴുവൻ ഇസ്രായേലിനെ സല്യൂട്ട് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമാണിത്. ഇതുപോലത്തെ ഒരു കഥ, ഇത് നിരവധി സിനിമകൾക്ക് ഇതിവൃത്തമായിട്ടുള്ളൊരു കഥയാണ്. എൻഡബേ ഓപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അന്നൊക്കെ ഞങ്ങളൊക്കെ പത്രമാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ ഈ സംഭവം നടന്ന ദിവസം മിക്കവാറും മാധ്യമങ്ങൾ ഇതിൻ്റെ സപ്ലിമെൻ്റ് എഴുതാറുണ്ട്, ഇതിൻ്റെ കഥ പറയാറുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ഓപ്പറേഷൻ എന്ന നിലയിൽ ഇസ്രായേലിനെ ലോകരാജ്യങ്ങളുടെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ കൊണ്ടുവന്ന് നടത്തിയ കമാൻഡോ ഓപ്പറേഷൻസിൽ ഇതുപോലത്തെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ലോക ചരിത്രത്തിൽ പിന്നീടോ അതിന് മുൻപോ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു മൈറ്റ്, ആ ഒരു മനക്കരുത്ത്, ധൈര്യം, അത് ഈ 4000 കിലോമീറ്റർ അപ്പുറം എത്രയോ രാജ്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു രാജ്യത്ത് പോയിട്ട് അവരുടെ തലസ്ഥാനത്ത് പോയിട്ട് അവരുടെ പ്രസിഡൻറ്റിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഭീകരന്മാരെ കൊന്ന് ചൂട്ട് തള്ളിയിട്ട് അവിടെ നിന്ന് അവരുടെ പൗരന്മാരെ അവരെ പുഷ്പം പോലെ പൊക്കിക്കൊണ്ടു പോകുന്ന കഥയാണ് ഈ പറഞ്ഞത്. ഇത് ലോക ചരിത്രത്തിൽ ഇതിന് ഈക്വലൻ്റായിട്ട് വേറെ കഥകളില്ല. അപ്പോൾ അത് പിന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖമായൊരു കഥയെന്ന നിലയ്ക്കാണ് നമ്മൾ ഇസ്രായേലിൻ്റെ കഥകളിൽ ഇത് ചേർത്തത്. അടുത്ത വീഡിയോ ഉടനെ വരും.